ജീവിതത്തിൽ എന്ത് മറന്നാലും ഒരു കാര്യം മറക്കരുത്. എന്താണെന്നറിയോ? വാക്ക്. വാക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഈ വാക്കിന് എത്ര വിലയുണ്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മരണത്തോളം വിലയുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ നൽകാൻ പാടില്ലാത്ത എന്താണ്? അതും വാക്കാണ്. ആർക്കും വാക്ക് കൊടുത്ത് കളയരുത്. വെറുതെ കാരണസഹിതം ബോധ്യമുണ്ടെങ്കിലേ വാക്ക് കൊടുക്കാവൂ. അത് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. ഇന്നൊരു മനുഷ്യനെക്കുറിച്ച് ഗോസ്പൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശതാധിപനാണ്. ഈ മനുഷ്യനെ യുണീക്കാക്കുന്ന, സ്പെഷ്യലാക്കുന്ന എന്താണെന്നറിയോ? ഇയാൾ യേശുവിൻ്റെ അടുത്ത് വന്നു. ഒരു അപേക്ഷയായിട്ട് വന്നതാണ്, ഒരു റിക്വസ്റ്റാണ്. ഈ റിക്വസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ല, മക്കൾക്ക് വേണ്ടിയിട്ടല്ല, കുടുംബക്കാർക്ക് വേണ്ടിയിട്ടല്ല. അയാളുടെ വീട്ടിലെ ഒരു വേലക്കാരന് വേണ്ടിയിട്ടാണ്. അയാൾ വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ യേശുവിനെ തേടി വന്നു. ഈ തിരക്കിനിടയിൽ കാത്തു നിന്നിട്ടുണ്ടാവും. കാത്തു നിന്ന് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഒത്തിരി റെക്കമെൻഡേഷൻസ് നടത്തിയിട്ടുണ്ടാവും. അവസാനം എങ്ങനെയോ ഈ തിക്കിലും തിരക്കിലും പെട്ട് അയാൾ യേശുവിന് മുമ്പിലെത്തി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതിനൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? എൻ്റെ ജോലിക്കാരന് സുഖമില്ല, അവനൊന്ന് രക്ഷിക്കാവോ? ഇപ്പോൾ യേശുവിന് തോന്നി, കൊള്ളാലോ, ഇയാൾക്ക് വേണ്ടിയിട്ടല്ല, ഇയാളെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഒരു വേലക്കാരന് വേണ്ടിയിട്ടൊക്കെ ആദ്യമായിട്ടുള്ള ഒരാൾ വരുന്നത്. യേശുവിന് ഇഷ്ടപ്പെട്ടു. യേശു സ്വാഭാവികമായിട്ട് സാധാരണ അത്ഭുതങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ പോയി തൊട്ട് സംസാരിച്ചൊക്കെ സുഖപ്പെടുത്താമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ ഇയാളുടെ വീട് കൂടെ കാണാമല്ലോ. കാരണം ഹീസ് ഡിഫറെൻറ്റ് മാൻ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇയാളുടെ അപേക്ഷ. ഇയാൾക്ക് വേണ്ടി, ഇയാളെ കുടുംബക്കാർക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ പോകാമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അയ്യോ, വീട്ടിലൊന്നും വരണ്ട കേട്ടോ. ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ? യേശുവിനെ റിജക്റ്റ് ചെയ്തൊന്നുമല്ല. ജ്യൂസ് ഇവരെക്കാളും മുകളിലുള്ള ആളുകളാണ്. യഹൂദനായിരിക്കുന്ന യേശു അങ്ങനെയൊന്നും ഞങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല. ഒന്നും വരണ്ട, ഒരു വാക്ക് പറയാൻ പറ്റുമോ? ആ വാക്കും കൊണ്ട് ഞാൻ പൊയ്ക്കോളാം, സുഖപ്പെട്ടോളും. എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് അയാൾ യേശുവിനോട് ചോദിച്ചത്. ഒരു വാക്ക് തരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു വാക്കിന് ഇത്രത്തോളം വിലയുണ്ടെന്ന് ഗോസ്പലിൽ പഠിപ്പിച്ച ഒരാൾ ഈ ശതാധിപനാണ്. അത് കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, ഒരു വാക്കിന് ഇത്രയും വില കൊടുത്തൊരു മനുഷ്യന് ഇസ്രായേലിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, പോകുന്നതിനോട് അത്ഭുതം നടക്കും. എനിക്ക് തോന്നുന്നു ഈ വാക്കിന് ഇത്രത്തോളം വില തരുന്ന ഒരു മനുഷ്യനെ ഗോസ്പൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യേശു അയാൾ കൊടുത്തൊരു ഓഫർ എന്താണെന്നറിയോ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അബ്രഹാത്തിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും വിരുന്നുമേശയിൽ കുറേ മനുഷ്യർ വരും, നീ അവിടെ ഉണ്ടാവും കേട്ടോ എന്ന്. അതായത് ഒരു വാക്കിന് വില കൊടുത്ത മനുഷ്യൻ ഇത്രത്തോളം വന്ന് ചോദിച്ചപ്പോൾ അവന് കിട്ടിയ ഓഫർ സ്വർഗത്തിലെ വിരുന്നുമേശയാണ്. നമ്മൾ ഓർക്കണം, നമ്മളും വാക്ക് കൊടുത്തവരാണ്. ആരുടെടുത്താ? ഏതൊക്കെയോ ഒരു ദേവാലയത്തിൽ വെച്ച് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പുരോഹിതൻ മരണം വരെ സമർപ്പിത ജീവൻ ജീവിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സന്യാസിനി മരണം വരെ വ്രതങ്ങൾ കൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. വിവാഹത്തിലായിരിക്കുന്നവർ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അവസാനം വരെ കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വാക്കിൻ്റെ ബലത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എവിടേക്കോ നൽകിയ വാക്കിന് മരണത്തോളം വിലയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ശതാധിപൻ ഇന്നുണ്ടായിരിക്കുമ്പോൾ ഈ വാക്ക് മറന്നു പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഓർക്കണം. കൊടുത്ത വാക്ക് അത് പ്രാണനോളം വിലയുണ്ട്. ആ പ്രാണൻ നഷ്ടപ്പെട്ടാലും പറഞ്ഞ വാക്ക് മറന്നു കളയരുത്. കാര്യം നൽകിയ വാക്ക് ദൈവത്തിന് മുമ്പിലാണ്, ദൈവത്തിനാണ്. നൽകിയ വാക്ക് ദൈവത്തിന് മുമ്പിലാണ്, ദൈവത്തോടാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.